മൊത്തത്തിൽ നമ്മൾ അയച്ചെടുത്തേക്കാണ് ഇന്റീരിയർ ഫുള്ള് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഒരു മിനി പിക്കപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ താറ്. ഒരു ചെറിയൊരു പെട്ടി വണ്ടിയിൽ കാരണം ഐറ്റംസ് എല്ലാം നമ്മുടെ വണ്ടിയിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താറ് വർക്കിന് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ടൈം പീരീഡിന് ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ വർക്ക് എടുത്തേക്കുന്നത്. എന്താ സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കണോണ്ടും അതുപോലെ നാട്ടിലില്ലാത്തതുകൊണ്ടും നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു 1 month ആയിട്ട് ഫുള്ള് ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർക്ക് വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വർക്ക് എടുക്കാനുള്ള പരിപാടിയാണ്. സോ ഇത് നമുക്ക് ഫുൾ വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇപ്പോൾ അവർ ഗ്രില്ലും ബമ്പറും ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ഹെഡ്ലൈറ്റ്, ഫോഗ്, അതുപോലെ അങ്ങനെ അല്ലറ ചില്ലറ വർക്ക്സും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഫുള്ള് കാണിച്ചു തരാം. പിന്നെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലേക്ക് എടുക്കണം ഈ വണ്ടി, അതിനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വീലും കാര്യങ്ങളും അയച്ചിട്ട് നമുക്ക് അത് പെയിൻറ്റ് ചെയ്യണം. നമുക്ക് വീല് ഫുള്ള് ഗ്ലോസി ആക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് വരുന്നത് കമ്പനി വരുന്നത് ഗ്രേ ആണ്, അത് നമ്മൾ ബ്ലാക്ക് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി വീൽ അയച്ചെടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വഴി അങ്ങനെ പറഞ്ഞു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇതിലിപ്പോൾ ഓൾറെഡി അവർ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഗ്രില്ലും അതുപോലെ ബമ്പറും അതുപോലെ സ്കിഡ് പ്ലേറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് പറഞ്ഞൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ് കസ്റ്റം ചെയ്തിട്ട് അപ്പുറത്തേക്കും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതും റെഡ് അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം കസ്റ്റം വർക്ക് മാത്രമേ നമുക്ക് ചെറിയൊരു ഡിലേ വരുള്ളൂ. ബാക്കിയുള്ള വർക്കൊക്കെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തീർക്കാം. ഓക്കെ, പിന്നെ ഇതിൽ വീല് വരുന്നത് കണ്ടോ, വീല് വരുന്നത് ഗ്രേ ആണ്. അത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആക്കണം. അതുപോലെ നമ്മൾ കാലിപ്പർ റെഡ് ആക്കണം. റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ആക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 5 വീലും നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്കിലേക്ക് ആക്കും. അതുപോലെ റെഡ് ആൻഡ് ബ്ലാക്ക് വരുമ്പോൾ നമുക്കിത് പിന്നെ സ്റ്റേ അടക്കം നമുക്ക് റെഡ് ആക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ടൈലൈറ്റ് നമ്മൾ മാറ്റണം, പിന്നെ റിഫ്ലക്ടർ മാറ്റണം. ഓക്കെ, ബാക്ക് ബമ്പറും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മൾ ഇൻറ്റീരിയറിലാണ്. ഇൻറ്റീരിയർ ഇപ്പോൾ കിടക്കുന്നത് വേണ്ട ഫുള്ള് ബ്ലാക്കിലാണ് കിടക്കുന്നത്. അതുപോലെ അതേപോലെ ആംറസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കുള്ള വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഫുള്ള് നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലേക്കാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സീറ്റ് കവറും അതുപോലെ 70 മാറ്റും അതുപോലെ എല്ലാം കൊണ്ടും. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഉള്ളൊരു വ്യൂ. ഓക്കെ, ഇനി ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ടയർ പുറത്തേക്ക് തള്ളിക്കൂടും. നമ്മൾ സ്പേസറും കാര്യങ്ങളും ഇട്ടിട്ട് ടയറും കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് തള്ളിക്കും. അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയർ അയച്ചെടുക്കണം. ടയർ അയച്ചെടുത്തിട്ട് നമുക്ക് വണ്ടി എന്തായാലും വേണം. ടയർ നമ്മൾ പെയിൻറ്റിങ്ങിന് കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വണ്ടി നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീലെടുത്തിട്ട് ഇതിനിടും. എന്നിട്ട് ഇതിൻ്റെ വീല് കൊണ്ടിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിനിടും. എന്നിട്ട് നമ്മൾ സീറ്റ് കവറിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്ക് വണ്ടിയോട് വേണം. ഓക്കെ, ഇപ്പോൾ കാര്യം നമ്മളിതാ ഏകദേശം ഒരു 5-6 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഫുള്ള് പാർട്സും അയച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വീൽ അയക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വീലെല്ലാം അയച്ച് നമ്മൾ ആക്ച്വലി ഇൻറ്റീരിയർ ഫുള്ള് നമ്മൾ അയച്ചിട്ട് കിട്ടാം. നല്ല പണിയുണ്ട് ഇൻറ്റീരിയർ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ ഹെഡ്ലൈറ്റ് അയച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. വേണ്ട മൊത്തത്തിൽ നമ്മൾ അയച്ചെടുത്തേക്കാണ് ഇൻറ്റീരിയർ ഫുള്ള് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഫുള്ള് സെറ്റ് ചെയ്തിട്ട് തന്നെ അയച്ചേക്കണത്. അപ്പോൾ അതിൻ്റേതായ ലെവലിൽ നമ്മൾ തിരിച്ചു കയറ്റും ചെയ്യും. അതുപോലെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റും റെഡ് ആൻഡ് ബ്ലാക്ക് ആക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പുള്ളി നല്ല വിഷമം ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അയച്ചിട്ട് കാണുമ്പോൾ ഒരു ഇതുണ്ടാവും. പക്ഷേ ഒന്നും എന്താ പറയുക, നമ്മൾ അതിൻ്റേതായ ലെവലിൽ അയച്ച് അതിൻ്റേതായ ലെവലിൽ നമ്മൾ കയറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് ഇനി കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ പാർട്സും കാര്യങ്ങളൊക്കെ അയച്ച് നമ്മൾ പെയിൻറ്റ് അടിക്കാൻ കൊണ്ടിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് പാർട്സും കാര്യങ്ങളും പെയിൻറ്റ് അടിച്ചിട്ട് കയറ്റിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇൻറ്റീരിയർ പാർട്സ് ഫുള്ള് പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കളർ അടിക്കൽ നാളെ. ഓക്കെ, അവിടെ എല്ലാ പാർട്സും ഉണ്ട്. ബാക്കിയുള്ള പാർട്സ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് റെഡ് അടിച്ചിട്ട് കാണാം അല്ലേ. അപ്പോൾ കാഴ്ച നമ്മളിതാ കൊറിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ 4 ബോക്സ് ഉണ്ട്. കൽവി ഇരിക്കണമൊക്കെ ഇരിക്കല്ല, നമുക്ക് എടുക്കുകയാണ് ആക്ച്വലി. അതാണ് എളുപ്പം. ഇപ്പൊ ഭയങ്കര സുഖമായി. ശരിക്കും പറഞ്ഞാൽ ഒരു മിനി പിക്കപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ താറ്. ഒരു ചെറിയൊരു പെട്ടി വണ്ടിയിൽ കാരണം ഐറ്റംസ് എല്ലാം നമ്മുടെ വണ്ടിയിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഇനിയിപ്പോ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതായിട്ട് പോവാ. ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പള്ളി പോകണം. പോയി കുളിച്ച് നമുക്ക് പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ വർക്കിന് ഇറങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സീറ്റ് വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. സീറ്റ് വർക്ക് ഓൾറെഡി നമ്മൾ കവർ അടിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ ഐറ്റംസ് എത്ര അക്സറീസ്, എന്തൊക്കെ അക്സറീസ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോ. അപ്പോൾ ഇതേ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് കൊറിയർ വന്ന ഐറ്റംസ്. നമ്മുടെ ഇവിടെ റൂഫ് റാക്ക് ഇരിക്കുന്നുണ്ട്. കൽബിത ഹെഡ്ലൈറ്റ് ഇരുന്നിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേ ഇവിടെ പ്രോമാൻ്റെ ഹിൻ സ്റ്റെപ്പ് ഉണ്ട്. ആക്ച്വലി പ്രോമാൻ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ് കേട്ടോ. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഹിൻ സ്റ്റെപ്പ് പോലെയല്ല, ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചിട്ടാണ്. ആക്ച്വലി നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാൻ ഒരു കൈ കൊണ്ട് ആക്കണോണ്ടാണ് കേട്ടോ അത്ര, അല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ടാവും. കാണിച്ചിട്ടുണ്ടോ,
ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത്. അതുപോലെ ഇത് നമ്മുടെ ഗ്രാബ് ഹാൻഡിലാണ്, പ്രോമാൻ്റെ തന്നെയാണ് ഇതും വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഹോൾ അടിക്കുന്നു വേണ്ട. മുന്നേ വന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ അടിക്കണം. ഗ്രാബ് ഹാൻഡിൽ ഇതാകുമ്പോൾ നമുക്ക് ഹോൾ അടിക്കണ്ട, നമുക്ക് ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഈ അതുപോലെ ഇത് പിന്നെ പ്രോമാൻ്റെ ബോക്സ് കാണുന്നത് സംഭവിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റൂഫ് ലൈറ്റ് ആണ്. ആംബിയൻസ് ലൈറ്റ് മേലെ വരുന്നത് കണ്ടിട്ടുണ്ടാവും, ഹമ്മർ സ്റ്റൈൽ ലൈറ്റ് പോലെ വരുന്നത് കണ്ടിട്ടുണ്ടാവും. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. ഇത് 3-4 ക്വാളിറ്റിയിൽ വരുന്നുണ്ട്, പല റേറ്റിലും വരുന്നുണ്ട്. പക്ഷേ ഇത് പ്രോമാൻ്റെതാണ്, നല്ല റേറ്റുള്ള സാധനമാണ്. ഓക്കെ, അതുപോലെ സ്പേസർ ഇരിക്കുന്നുണ്ട്. സ്പേസറും വന്നിട്ട് പ്രോമാൻ്റെ തന്നെയാണ്. ഇതും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. വെയ്റ്റ്ലെസ് ആണ് ആക്ച്വലി. കണ്ട, ഇത് തീരെ വെയിറ്റ് ഇല്ലാത്ത സാധനമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ കസ്റ്റം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ പ്രോമാൻ്റെ അല്ലാത്ത മേടിക്കുന്നതൊന്നും അത്ര നല്ല വെയിറ്റ് ഉള്ളതായിരിക്കും. പിന്നെ അതുപോലെ ക്വാളിറ്റി ലൈക്ക് നല്ല വെയിറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ജർക്കിങ് വരും. ഓക്കെ, കൽബ് ഇപ്പോൾ അവിടെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ നമ്മുടെ അവിടെ ഈ HID ലൈറ്റ് വരുന്നത് നമ്മുടെ ഫോഗ് ലൈറ്റിൻ്റെ ആണ്. ഈ ഫോഗ് ലൈറ്റിൻ്റെ ബൾബാണ് കേട്ടോ ആക്ച്വലി ഇത്. ഓക്കെ, ഇത് പിന്നെ ഗ്രാബ് ഹാൻഡിൻ്റെ ബോക്സ്. ഇത് പിന്നെ വന്നിട്ട് AC വെൻ്റ് കേട്ടോ. ഓക്കെ, അതുപോലെ ഇത് വന്നിട്ട് നമ്മുടെ സ്പേസറിൻ്റെ ബോക്സാണ്. പിന്നെ ഇത് നമ്മുടെ ടൈൽ ലൈറ്റ് വേണ്ട, ഈ ഒരു സ്റ്റൈൽ ടൈൽ ലൈറ്റാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പിന്നെ ടൈൽ ലൈറ്റ് വന്നിട്ട് സ്മോക്കാണ് കേട്ടോ, റെഡല്ല. നമ്മൾ നോർമലി ബ്ലാക്ക് താറിന് റെഡാണ് ചെയ്യാറ്, പക്ഷേ ഇത് എനിക്കെന്തോ ബ്ലാക്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഈ ഒരു കസ്റ്റമർ നമ്മുടെ ഹാഫിസ്ക പറഞ്ഞെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അനക്ക് ഇഷ്ടപ്പെട്ട എന്തും ചെയ്തോ, വണ്ടി അടിപൊളിയായിട്ട് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്രയും പാർട്സ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ റിഫ്ലക്ടർ, ഈ സെയിം ഒരു ഡിസൈനിലുള്ള റിഫ്ലക്ടറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം അങ്ങനെ. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അങ്ങനെയല്ലേ പറയണ്ട്, പിന്നെ എങ്ങനെ പറയണ്ട്. അതുപോലെ ഇത് നമ്മുടെ DRL ലൈറ്റ് ആണ്, ഡേ ടൈം വിത്ത് DRL ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, ഇതിൽ ഇൻഡിക്കേറ്ററും വരും, ഡേ ടൈം ലൈറ്റും വരും. നല്ല അടിപൊളി ഡിസൈനാണ്. പിന്നെ ഈ സൈഡിൽ നമ്മുടെ കൂളിങ്ങും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പാർട്സ് പെയിൻറ്റ് ചെയ്ത് വന്നത് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കയറ്റണം. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ കാണിക്കാം, കയറുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ അതാ കൽബ് ഹെഡ്ലൈറ്റും കാരണം സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ റൂഫ് റാക്ക് കേട്ടോ. അതുപോലെ ഇതിൽ നമ്മുടെ ഈ വണ്ടിയിൽ സ്നോർക്കൽ ഉണ്ട് ആക്ച്വലി. ഈ സ്നോർക്കൽ വന്നിട്ട് ഫങ്ഷനലാണ്, ഡമ്മി അല്ല. നോർമലി എല്ലാവരും ഡമ്മിയാണ് ചെയ്യാറ്. അപ്പോൾ ഓഫീസിൽ പറഞ്ഞു നമുക്ക് ഫങ്ഷനൽ തന്നെ വേണം, അതിൻ്റെ ഒരു കുറവ് വേണ്ട, എന്തായാലും ആയിക്കോട്ടെ അതും ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്നോർക്കൽ നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അങ്ങനെ. പിന്നെ 70 മാറ്റ് ഉണ്ട്. 70 മാറ്റ് ഇത് എവിടെ ഇരിക്കുന്നു. ഇനി നമുക്ക് വണ്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഫുള്ള് ഈ ഐറ്റംസ് എല്ലാം നമുക്ക് കയറ്റാനുള്ളതാണ് കേട്ടോ. ലൈക്ക് ചെയ്യുന്നതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും പറ്റില്ല എന്ന് ആവശ്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹെഡ്ലൈറ്റും അത് 1 ഇയർ വാറണ്ടി ഉള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ നല്ല റേറ്റും വരുന്നത്, അതിനനുസരിച്ച് റേറ്റും വരുന്നത് റാങ്കുലർ സ്റ്റൈലാണ് വരുന്നത്. ഇത് കത്തിനാൻ നല്ല രസമാണ് കേട്ടോ. അത് കത്തുമ്പോൾ ചെയ്തിട്ട് കയറ്റിയിട്ട് കത്തിക്കാൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായി ഇതിൻ്റെ പിന്നാലെ. കാരണം എന്താ വെച്ചാൽ ഇൻറ്റീരിയർ ഫിക്സിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല പണിയുള്ള കേസാണ്. സോ നമ്മൾ രാത്രി മാത്രമേ വർക്ക് ചെയ്തിരുന്നുള്ളൂ. രാത്രി മാത്രം വർക്ക് ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് പെയിൻറ്റ് ചെയ്ത് കിട്ടാൻ തന്നെ ഏകദേശം 3-4 ദിവസം സമയം പിടിച്ചു. കാരണം ആ ലെവലിൽ അടിച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീലും അതുപോലെ കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കും കാര്യങ്ങളും ഫുള്ള് സെറ്റ് ചെയ്തു. ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. സൈഡ് ഫെൻഡറിന് നമുക്ക് കയറ്റാനുണ്ട്. ഫെൻഡർ സ്നോർക്കൽ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ അതേ കൽബ് അവിടെ സ്നോർക്കലിൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. ഊനും അവിടെ നമ്മുടെ വയറിങ്ങിൻ്റെ പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. ആകെ കച്ചറയായിട്ട് കിടക്കുകയാണ്, വേറെ ഒന്നുമില്ല. ഫുൾ ടൂൾസും കാര്യങ്ങളും. പിന്നെ അതെ നമ്മൾ സ്നോർക്കലിലൂടെ ഫെൻഡർ അയച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കയറ്റിയതാ, അത്ര വേണ്ടുള്ളൂ. ഇനി ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തു കേട്ടോ. എല്ലാം നമ്മുടെ മറ്റേ വീഡിയോയിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്, വണ്ടർഫുൾ റിവ്യൂ വരുന്നുണ്ട്. സോ അതിൽ പക്കയായിട്ട് കാണാം, അത് വിചാരിച്ചിട്ട്. അതുപോലെ ഡോറിൻ്റെ ഹിൻ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റി. ഗ്രാബ് ഹാൻഡിൽ നല്ല അടിപൊളി ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇനി റൂഫ് റാക്കിൻ്റെ മുകളിൽ ചെറിയൊരു പണിയുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് വയറിംഗ് വലിച്ച ഹെഡ്ലൈറ്റും അതുപോലെ കുറച്ച് വയറിംഗ് വർക്കും കാര്യങ്ങളും ഉണ്ട്. സ്നോർക്കും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വർക്ക് ഡൺ ആയിട്ടാണ്. പിന്നെ നമുക്കുള്ളത് നമ്മുടെ സൈഡ് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണിക്കാം. സോ വെയിറ്റ് ചെയ്തിരുന്നോ, നമ്മൾ ഈ പണി കഴിക്കട്ടെ. ഈ പണി കൂടി കഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ താറിൻ്റെ വർക്ക് അങ്ങനെ നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് കാണിക്കണുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട്.
വണ്ടി ഫുള്ള് കാണിച്ചിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. ഇപ്പം ഞാനെടുത്ത് ഈ വീഡിയോ എടുത്തിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പവർ ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ ഇട്ടേക്കുന്ന ഹെഡ്ലൈറ്റ് അല്ല കേട്ടോ, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ ഡേ ടൈം ലൈറ്റും അതുപോലെ സൈഡിലെ ഡേ ടൈം ലൈറ്റും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെയാണ് ഇപ്പോൾ ആ പവർ കാണുന്നത്. പിന്നെ ഇൻറ്റീരിയറും ഞാൻ ലൈറ്റ് ഇടാതെ അതിന് കാണിച്ചു തരുന്നത്, അത് ഞാൻ നാളെ കാണിച്ചു തരാം. ഓക്കെ, AC വെൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. AC വെൻറ്റ് പല കളേഴ്സ് ആക്കാൻ പറ്റും കേട്ടോ നമുക്ക്. വേണ്ട, ഇതിപ്പോൾ റെഡായി, ഗ്രീനായി, ബ്ലൂ ആയി, വേണ്ട പല പല കളേഴ്സിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ പവർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ഫോഗാണ് കേട്ടോ. ആക്ച്വലി ഇതിൽ ഫോഗ് മാത്രം 80 to 90 വാട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ഇടാം. ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ടു 120 വാട്ട്സിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ടേക്കണ്ട. കണ്ടോ, ഇത്രത്തോണ്ട് ബ്രൈറ്റ്. ഇതിപ്പോൾ കുറച്ച് വെളിച്ചമുള്ളതാണ് കേട്ടോ. അത് നല്ല വെട്ടുള്ളടത്ത് കൊണ്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ വീഡിയോയിൽ എത്രത്തോണ്ട് വിസിബിൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം ലൈറ്റാണ് കേട്ടോ, എന്താ പറയുക, അത്രയും ബ്രൈറ്റ് ആണ്. ഓക്കെ ഗായ്സ്, നമ്മുടെ താറിൻ്റെ വർക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ആക്കിയിട്ടുണ്ട്, ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ വാഷിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഞാൻ സൈഡ് ഗ്രാഫിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വണ്ടി ഗ്രാഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് വഴിയേ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ട്, ഫുള്ള് റിവ്യൂ, അതായത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്രത്തോണ്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം നമ്മുടെ വീഡിയോയിൽ അടുത്ത വീഡിയോ വരുന്നുണ്ട്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. പിന്നെ ഇതുപോലെ വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മതി. കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്തിട്ട് അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വിളിക്കാം. ഓക്കെ, നോ പ്രോബ്ലംസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെന്നുണ്ടെങ്കിൽ മറക്കാമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്.